ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തെന്നറിയോ? ദാൽ തടുക്ക. ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡിഷാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം 2-3 വെറൈറ്റി പരിപ്പുകൾ ചേർത്ത് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റോസ് പരിപ്പും 1/4 കപ്പ് ചെറുപയർ പരിപ്പും 1/4 കപ്പ് തുവരപ്പരിപ്പും ആണ് എടുക്കുന്നത്. ഇതിന് നന്നായി കഴുകിയെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. നിങ്ങളടുത്ത് ഉള്ള വെറൈറ്റി പരിപ്പുകൾ എടുക്കാം. ഇപ്പൊ ചെറുപയർ പരിപ്പില്ലെങ്കിൽ കടലപ്പരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യാം. പരിപ്പ് എല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് പരിപ്പ് നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ കത്തിച്ച് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് 1-2 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പോൾ തുറക്കാം. പരിപ്പെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. കടായി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഫ്രൈ ചെയ്യാം. ജീരകം ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇടാം. ഇത് ഇളക്കി വഴറ്റാം. വറ്റൽമുളകും കറിവേപ്പിലയും ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് ഇത് വലിപ്പം കുറഞ്ഞ ഒരു സവാള ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത്, ഇഞ്ചി മുറിച്ചതും വെളുത്തുള്ളി മുറിച്ചതും പച്ചമുളക് മുറിച്ചതും ഓരോ ടീസ്പൂൺ വീതം ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഇനി ഇതിലേക്ക് ഇടാം. ഇതിനി ഇളക്കി വഴറ്റാം. ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് വലിപ്പം കുറഞ്ഞ ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. ഇതിന് ഇളക്കി വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ ഈ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പീയൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കസൂരി മെത്തിയും ചേർത്ത് എല്ലാം കൂടെ ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ എല്ലാം നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. നേരത്തെ പരിപ്പ് വേവിക്കുമ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ബാക്കി വേണ്ടുന്ന ഉപ്പ് ചേർത്താൽ മതി. ഇതിനി തിളപ്പിക്കാം. ഇത് ഇത്ര കട്ടിക്കാന്ന് വേണ്ടത്. വെള്ളം കുറവാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കാം. ഇത് ഉരുകിയാൽ ഏകദേശം 2 ടീസ്പൂൺ ഉണ്ടാവും. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ദാൽ തഡ്ക റെഡിയാണ്. ഇതിനി ഒരു ബൗളിൽ സെർവ് ചെയ്യാം. ഞാനിപ്പോ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഈ സെർവിംഗ് ബൗളിലേക്ക് ഒരു വട്ടം കൂടി താളിച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതിപ്പോ ഓൾറെഡി താളിച്ച് ചേർത്ത് ചെയ്തതാണ്. താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം. ജീരകവും മുളകും കറിവേപ്പിലെല്ലാം ഫ്രൈ ആവുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1 നുള്ള് മുളക് പൊടിയും 1 നുള്ള് കായപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആണ്. നോർത്ത് ഇന്ത്യൻസ് ഇത് ജീര റൈസിന്റെയോ വൈറ്റ് റൈസിന്റെയോ ചപ്പാത്തിന്റെ ഒക്കെ കൂടെയാണ് കഴിക്കാറുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുത്തിയരി ചോറിന്റെ കൂടെ കഴിക്കാം. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.